The taste of your mind. Kiwi ice cream. Chill the fun. ഹോ, സമാധാനമായി ഇന്നെങ്കിലും ഒന്ന് വാതുറന്ന് പറഞ്ഞല്ലോ, ഇന്നെങ്കിലും ഒന്ന് പറയാനുള്ള മനസ്സ് കാണിച്ചല്ലോ. സമാധാനമായി ഇന്ന് സമാധാനമായി കിടന്നുറങ്ങാം. നമ്മുടെ രാജ്യത്ത് ഒരു സുപ്രീം കോടതിയുണ്ട്, അവിടെ നീതിയുണ്ട് എന്നോർത്ത് ഇന്ന് നമുക്കൊന്ന് സുഖമായി കിടന്നുറങ്ങാം. വൈകിയാണെങ്കിലും നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ചിരിക്കുകയാണ്. ബോബ്ഡെ ശക്തമായ താക്കീതാണ് വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ള BJP നേതാക്കൾക്ക് നൽകിയത്. BJP നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല? അവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതല്ലേ? ഹൈക്കോടതിക്ക് ശക്തമായ താക്കീതാണ് ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ നൽകിയിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയോട് ചീഫ് ജസ്റ്റിസ് വളരെ വ്യക്തമായി പറഞ്ഞു, ഉടൻ തന്നെ കേസ് പരിശോധിക്കണം, പരിഗണിക്കണം. വെള്ളിയാഴ്ച ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകണം. വിദ്വേഷ പ്രചരണം നടത്തിയിട്ടുള്ള BJP നേതാക്കൾക്കെതിരെ കേസെടുക്കേണ്ട നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ തുറന്നടിച്ച് പറഞ്ഞ ഈ ദിവസമുണ്ടല്ലോ, അതാണ് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ കാത്തിരുന്ന ദിവസം. എന്തായാലും വൈകിയാണെങ്കിലും പറയാൻ കാണിച്ച ഈ ധൈര്യമുണ്ടല്ലോ, ഈ ധൈര്യം ഇനിയും വേണമെന്നാണ് രാജ്യത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. അതിനേക്കാൾ രസകരം എന്ന് പറയുന്നത്, എപ്പോഴും കോടതി കേൾക്കാറുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ വാദമാണ്. അതായത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്താണോ പറയുന്നത് അതനുസരിക്കുന്ന കോടതി. പൗരത്വ ഭേദഗതി നിയമത്തിൽ സമയം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു, അത് നൽകി. അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അതൊക്കെ നൽകിയ കോടതി, ആ കോടതിയോട് ഇന്ന് തുഷാർ മേത്ത അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടു, വർഗീയ വിദ്വേഷ പ്രചരണം നടത്തിയ BJP നേതാക്കളുടെ കേസ് നിലവിൽ ഇപ്പോൾ പരിഗണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ചീഫ് ജസ്റ്റിസ് ബോബ്ഡെ പറഞ്ഞു, എഴുതുന്നതിനിടയിൽ അല്ലെങ്കിൽ തീരുമാനം ഞങ്ങളിവിടെ എഴുതി ചേർക്കുന്നതിനിടയിൽ നിങ്ങൾ ഇടപെടരുത്, ഇടപെടാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ വക്കീലിനോട് രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് തുറന്നടിച്ചപ്പോൾ ആ ഒരു നിമിഷമാണ് ഞങ്ങൾക്ക് ആവേശമായിട്ടുള്ളത്. കാരണം കേന്ദ്ര സർക്കാരിനെയും എതിർത്തു BJPയുടെ പ്രമുഖ നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഈ തീരുമാനം അമിത്ഷയ്ക്കും നരേന്ദ്രമോദിക്കും ചെറിയ തലവേദനയാണ്. കാരണം ഡൽഹി ഹൈക്കോടതി കേസെടുക്കാൻ ഉത്തരവിട്ട് കഴിഞ്ഞാൽ കപിൽ മിശ്ര അകത്താകും, BJPയുടെ പല പ്രമുഖ നേതാക്കളും അകത്താകും. എന്തായാലും ഇന്നത്തെ സുപ്രീം കോടതിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Gonna miss it for any. Whoa, 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 Yum, yum, yummy kiwi. The taste of your mind. Kiwi ice cream. Chill the fun.